കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മുഖ്യമന്ത്രി ചർച്ച വൈകുന്നതിൽ പ്രയാസമുണ്ടാക്കുന്നതായി നിയുക്ത MLA കുർക്കുളി മൊയ്തീൻ. വിവാദം കോൺഗ്രസ് പ്രവർത്തകരെ പോലും നിരാശപ്പെടുത്തിയെന്നും ഇടതുപക്ഷത്തിനേറ്റ പരാജയം ചർച്ച ചെയ്യാതെ പോയത് മുഖ്യമന്ത്രി ചർച്ച വൈകിയത് കൊണ്ടാണെന്നും മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച നിലപാട് കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കുർക്കുളി മൊയ്തീൻ TCV ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ച UDFൽ വലിയ ക്ഷീണമുണ്ടാക്കിയതായി നിയുക്ത MLA കുർക്കുളി മൊയ്തീൻ TCV ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പോലും നീരസത്തോടെയാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 9 ദിവസം പിന്നിട്ടിട്ടും പ്രഖ്യാപനം വൈകുന്നതിലെ അതൃപ്തിയാണ് കുർക്കുളി മൊയ്തീൻ പങ്കുവച്ചത്. മുഖ്യമന്ത്രി ആരാണെന്ന വിവരം ഇന്ന് അറിയും എന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലുണ്ടായ ഒരു ചർച്ച, വിവാദപരമായ ചർച്ച UDFന് മൊത്തത്തിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ട്. ഈ പര്യടനത്തിനിടയിൽ കോൺഗ്രസ്സുകാരായ പ്രവർത്തകന്മാർ പോലും നീരസത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നത് അനുഭവപ്പെടുകയുണ്ടായി. സ്ത്രീകളും കുട്ടികളും അതൊക്കെ തന്നെ ചോദിക്കുന്നത് ആരാ മുഖ്യമന്ത്രി, ആയോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് വന്നത് വളരെ പ്രയാസകരമാണ്. 4-ാം തീയതി വോട്ടെണ്ണി, ഇന്ന് 13-ാം തീയതി, ഇന്ന് 9ാമത്തെ ദിവസമാണ്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 9 ദിവസത്തിലൊക്കെ അധികം 2 ആഴ്ചയോളമൊക്കെ മുഖ്യമന്ത്രി വരാൻ കാത്തിരുന്ന കാലമൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ മറക്കും. എങ്കിലും UDFൻ്റെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ശൈലി ഉണ്ടാകുന്നത് തെറ്റായിപ്പോയി. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ചർച്ച നീണ്ടുപോകുന്നുണ്ട്. വോട്ടർമാരെ നിരാശപ്പെടുത്താതെ എത്രയും വേഗം മുഖ്യമന്ത്രി തീരുമാനം ഉണ്ടാവണമെന്നും വിവാദം നീട്ടിക്കൊണ്ടുപോകരുതെന്നും ദശലക്ഷക്കണക്കിന് ആളുകളാണ് UDFൽ എത്തിയതെന്നും സർക്കാരിനോടുള്ള പ്രതിഷേധം കാണാതെ പോകരുതെന്നും വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും കുർക്കുളി മൊയ്തീൻ പറഞ്ഞു. കനത്ത പരാജയം ഏറ്റെടുത്തിട്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരാജയം ഇടതുപക്ഷത്തിനുണ്ടായിട്ട് അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ നിന്നും മറച്ചു വെക്കാൻ, മാഞ്ഞു പോകാൻ ഒരു കാരണമായി ഈ വിവാദം. അതാണ് നമ്മുടെ ഒരു ഖേദം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് പുതുതായി UDFയിലേക്ക് വന്നു ചേർന്നത്, UDFനെ വാരിപ്പുണർന്നത്, നെഞ്ചോടി ചേർത്തത്. വോട്ടുകളുടെ വലിയൊരു സമാഹരണം നടത്തി അവരിങ്ങനെ ഇങ്ങോട്ട് സമർപ്പിക്കുകയായിരുന്നു UDFന്. ഒരു ഗവൺമെൻറ്റിനുള്ള പ്രതിഷേധവും UDF തിരിച്ചു വരണം എന്ന അദമ്യമായ ആഗ്രഹവുമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. എന്നാൽ അതിനൊക്കെ നിരാശാജനകമായ ചില അനുഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി എന്നുള്ളത് ഖേദകരമാണ്. അത് നികത്തിപ്പോകാൻ UDFന് സാധിക്കും. പ്രഗത്ഭരായ നേതാക്കന്മാർ UDFനുണ്ട്. അതൊക്കെ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും.